ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ സ്റ്റേജ് 2 ഇതിൻ്റെ കേരള PSC യുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അതാണ് നോക്കുന്നത്. 30/10/2021 എക്സാം നടന്നത്. 96/2021 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇത് ആൽഫ കോഡ് 7 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് പ്രൊവിഷണൽ ആൻസർ കീയാണ് കേരള PSC യുടെ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? 1ഉം 2ഉം മാത്രം. പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് ആര്? AV കുഞ്ഞമ്പു. 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 2ഉം മാത്രം. നമ്മളതിൻ്റെ മോക്ക് ടെസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാം ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കാം. നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ അതിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാവുന്നതാണ് ഈ പ്രൊവിഷണൽ ആൻസർക്ക് പ്രകാരം. 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം. ദാഹ്സാല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആര്? അക്ബർ. താഴെ പറയുന്ന കൂട്ടുകെട്ടിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിൻ്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ്. താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 2 പ്രസ്താവനകളും ശരിയാണ്. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വികസന തന്ത്രത്തിൻ്റെ 3 തൂണുകൾ ഏവ? അതിവേഗ വ്യവസായ കാർഷിക വളർച്ചയുടെ ആസൂത്രണം, തന്ത്രപരമായ വ്യവസായങ്ങൾക്കായി ഒരു പൊതുമേഖല, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ആപേക്ഷിക ഈർപ്പത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 1, 2, 3. താഴെ പറയുന്നതിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? 1ഉം 2ഉം മാത്രം. 1ഉം 2ഉം ലിസ്റ്റുകളിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. ബി ആണ് ഉത്തരം. A 2 പഞ്ചാബ് ഹിമാലയം, ഇൻഡസ് ടു സത്ലജ്. B 1 കുമോൺ ഹിമാലയം, സത്ലജ് ടു കാളി. C 4 നേപ്പാൾ ഹിമാലയം, കാളി ടു തിസ്ത. ആസാം ഹിമാലയം, തീസ്ത ടു ബ്രഹ്മപുത്ര. കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1ഉം 2ഉം ശരി. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് FRBMA 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉം മാത്രം. താഴെ പറയുന്ന ഡാറ്റയിൽ നിന്ന് ഫാക്ടറി വിലയ്ക്ക് NNP കണക്കാക്കുക. NNPയുടെ വിപണി വില രൂപ 5000 കോടി, പരോക്ഷ നികുതി രൂപ 400 കോടി, സബ്സിഡി രൂപ 200 കോടി, രൂപ 4800 കോടി. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നതിൽ ഏതൊക്കെ? എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയുടെ ആരോഹണക്രമം, കാലക്രമ പട്ടിക ഏതാണ്? 3, 2, 4, 1. 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോൾ R. മിൽഗ്രോമും റോബർട്ട് B. വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ്? ലേല സിദ്ധാന്തത്തിൻ്റെ പുനർനിർമ്മിക്കും പുതിയ ലേല ഫോർമാറ്റിൻ്റെ കണ്ടുപിടുത്തത്തിനും. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? എപ്പിക്.
ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാപ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് മുകളിൽ പറഞ്ഞത് എല്ലാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. ആമുഖം. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ഹിന്ദി. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതി അധികാരമുള്ളത്? മുകളിൽ പറഞ്ഞവ എല്ലാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായവ കണ്ടുപിടിക്കുക. 2ഉം 3ഉം മാത്രം. മൗലിക അവകാശങ്ങൾ എന്നാൽ 2 മാത്രം തെറ്റാണ്. ലോക്പാലിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്ത് താഴെ പറയുന്നതിൽ ഏത് വഴിയാണ്? 74ാം ഭരണഘടനാ ഭേദഗതി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് ആണ് പോസ്കോയെക്കുറിച്ച് ശരിയായിട്ടുള്ളത്? മുകളിൽ പറഞ്ഞവ എല്ലാം. സോളമൻ്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? ജസ്റ്റിസ് KT തോമസ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാംബു പ്രിന്റിംഗ് കാണാൻ സാധിക്കുന്നത്? രാജസ്ഥാൻ. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ 2ാമത്തെ കലാരൂപം ഏത്? മുടിയേറ്റ്. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശങ്ങളിൽ പെടാത്തത്? തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാനുള്ള അവകാശം. 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏത്? താജ്മഹൽ. ദേശീയ ഉദ്ഗ്രഥനത്തെക്കുറിച്ച് എന്നാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായവ ഏത്? 1 മാത്രം. മാണികപത്ര താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആര്? ആനന്ദ് നീലകണ്ഠൻ. ആരാണ് വള സമുദായ പരിഷ്കാര സഭ ആരംഭിച്ചത്? വാല സമുദായ പരിഷ്കാര സഭയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ. ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സമയം. താഴെ പറയുന്നതിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിൻ്റെ ഒരു ഉദാഹരണം? ആദ്യം വരുന്നവർക്ക് ആദ്യ സേവനം നൽകുക. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കാത്തതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി ഏത്? സ്റ്റാർ. റോമൻ നമ്പർ സിസ്റ്റം എന്നത് സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം ആണ്. ഫ്ലോ ചാർട്ട് ഒരു തരം ഡാഷ് ആണ്. ദ്വിമാന ഗ്രാഫിക്സ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം? 1969. ലോക ജലദിനം എന്നാണ്? ഓപ്ഷൻ ഡി മാർച്ച് 22. 2008 IT ആക്ട് 66A വകുപ്പ് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. സീറോളജി ടെസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. COVID-19 ആൻറ്റിബോഡി പരിശോധന. ലൂയിസ് പാസ്റ്റർ ആദ്യം വാക്സിൻ കണ്ടുപിടിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം. 3, 8, 13, 18 ഡാഷ് എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് 78? 16. ലഘൂകരിക്കുക. 0.2 ഹോൾ റേസ് ടു 4 ഇൻറ്റു 0.27/0.03 ഹോൾ റേസ് ടു 3. 16. രണ്ട് സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. അവയിൽ ഒന്നിൽ നിന്നും 5 കുറച്ചാൽ അവ 3:5 എന്ന അനുപാതത്തിൽ ആവും. എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക. 20. 10 സംഖ്യകളുടെ ശരാശരി 12 ആണ്. ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ പുതിയ ശരാശരി എത്രയായിരിക്കും? 9. 3x - y = 2187 3x + y = 243 ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എത്ര? 6. എഡ്വിൻ 11 കിലോമീറ്ററിൽ ഒരു യാത്ര പൂർത്തിയാക്കുന്നു. തൻ്റെ യാത്രയുടെ ആദ്യ പകുതി 20 km/മണിക്കൂറിലും രണ്ടാം പകുതി 24 km/മണിക്കൂറിലും ആണ് യാത്ര ചെയ്തതെങ്കിൽ എഡ്വിൻ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിൽ കണ്ടെത്തുക.
240. 2 സ്ത്രീകളും 5 പുരുഷന്മാരും ചേർന്ന് 4 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 3 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്ന് 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എങ്കിൽ ഒരു പുരുഷൻ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? 36. 5.2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ലോഹഗോളം ഉരുക്കി 5.2 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സിലിണ്ടർ നിർമ്മിക്കുന്നു. സിലിണ്ടറിൻ്റെ ഉയരം കണ്ടുപിടിക്കുക. 2.6. കിരൺ ഒരു സ്വകാര്യ സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം കിരണിന് തിരികെ ലഭിക്കുന്ന തുക എത്ര? 56,180 രൂപ. നിവിൻ 500 രൂപ കൊടുത്തൊരു വാച്ച് വാങ്ങി. ശേഷം 10% ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു. ഷിനോയത് 20% നഷ്ടത്തിൽ ജനുവിനും ജനു 10% നഷ്ടത്തിൽ ജീവനും മറിച്ചു വിറ്റു. എങ്കിൽ ജീവൻ വാച്ചിന് കൊടുത്ത വില എത്ര? 396 രൂപ. കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ കാണാതായ പദം കണ്ടെത്തുക. 315-255 1023. 63. തോക്ക്, ബുള്ളറ്റ്, ചിമ്മിനി, പുക. ഒറ്റയനെ കണ്ടെത്തുക. 1116, 288, 576, 964. 964. ഒരു പ്രത്യേക കോഡ് പ്രകാരം ടീച്ചർ എന്നത് YJFHMJW എന്ന് എഴുതാം. എങ്കിൽ അതേ കോഡ് പ്രകാരം എഡ്യൂക്കേഷൻ എന്നത് എങ്ങനെ എഴുതും? JZHFYNTS. ആഷ് എന്നത് ഗുണിക്കണമാണെങ്കിൽ, @ എന്നത് ഹരിക്കണം ആണെങ്കിൽ, ഇയർ ചിഹ്നം എന്നത് പ്ലസ് ആണെങ്കിൽ, ഇയർ ചിഹ്നം എന്നത് മൈനസ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ വില കണ്ടുപിടിക്കുക. 9. റാം മാധവൻ്റെ പുത്രൻ്റെ സഹോദരൻ ആണ്. എങ്കിൽ റാം മാധവൻ്റെ ആരാണ്? കൊച്ചുമകൻ, ഗ്രാൻഡ് സൺ. ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ 7:10 കാണിക്കുന്നു. എങ്കിൽ ക്ലോക്കിൽ കാണിച്ച യഥാർത്ഥ സമയം എത്ര? 4:50. ഒരു ഘടികാരത്തിൻ്റെ മിനിറ്റ് സൂചി 35 മിനിറ്റിൽ കാണിക്കുന്ന കോണിൻ്റെ അളവ് എത്ര? 210 ഡിഗ്രി. ഫെബ്രുവരി 1, 2008 ഒരു ബുധനാഴ്ച ആണെങ്കിൽ മാർച്ച് 4, 2008 ഏത് ദിവസം ആയിരിക്കും? ഞായറാഴ്ച. P എന്നത് ക്യൂവിൻ്റെ തെക്ക് ഭാഗത്തും R എന്നത് ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും ആണെങ്കിൽ P Rൻ്റെ ഏത് ദിശയിൽ ആയിരിക്കും? തെക്ക് കിഴക്ക്. റൈറ്റ് ദ സിനോണിം ഓഫ് അക്കിൻ. സിമിലിയർ. I don't know if he is coming. Here if is used to express a doubt. The house is so dirty. I really must clean it. What is the use of the modal auxiliary? To express obligation. He dashed a large bill at the shopping center yesterday. Choose the correct phrasal verb. Run up. Dash war never solves anything. Choose the right determiner. A. The train will arrive at the station at -6:50 p.m. Choose the right adverb. Exactly. Rosa Parks was thrown off the Montgomery bus for refusing to give up her seat to a white passenger. Which definition fits the phrase thrown off in the above sentence most appropriately? To make someone fall down suddenly. They can decide to travel north south. Use right connective. Whether or. I must remember to pack a holiday book. My mom says that we must pack soon. We are going on a holiday to see coast. I am really looking forward to it. Rearrange the jumbled sentence in a logical manner. 1-4. The ball hit me straight in the dash. I tried to thread the cotton through the dash of the needle. Choose the right word to fit both sentences. I. Great oaks from little acorns grow. What is the meaning of the proverb? A great thing starts small. He is a dash of the old block. Complete the figurative expression.
chip. In order to travel, you need a passport. Dash, you might need a visa. Immunization, jobs, and fulfill quarantine conditions. Complete the sentence using the most appropriate connective. In addition, I never seen her dash times this year, but not very often. Complete the sentence using the right. A few. When I got to the hospital, she dash sit in the waiting room. Choose the correct tense form. Was sitting. I will wait until I dash see him. Choose the correct tense form. See. I waited dash 9 o'clock and then went home. Choose the right preposition. Until. You have to take an exam dash the course. Pass. Choose the right option. To pass. My daughter is quite shy dash. She is an aggressive player in a badminton court. Choose the correct adverb. However, identify the correct spelling. Option ആണ് ഉത്തരം COLLOQUIAL കൊളോക്കിയൽ. ശരിയായ പദമേത്? അവധൂതൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ശരിയായ വാക്യമേത്? കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം. ഇൻ അക്കോർഡൻസ് വിത്ത് ഉചിതമായ മലയാള പരിഭാഷ ഏത്? അതനുസരിച്ച്. ഒറ്റപ്പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം. ഗൗരവം. ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദമേത്? വമ്രി. വിപരീത പദം എഴുതുക. രസം. നീരസം. അറിഞ്ഞോട് തെറ്റേക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഇലയിട്ട് ചവിട്ടുക. യാചകൻ എതിർലിംഗം എഴുതുക. യാചകി. സലിംഗ ബഹുവചനം ഏത്? മിടുക്കന്മാർ. പിരിച്ചെഴുതുക. ഇന്നി. ഇ പ്ലസ് നീ.